എല്ലാവർക്കും നമസ്കാരം. അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ചിങ്ങമാസം എന്നത് ഒരു പുതുവർഷ പിറവിയാണ്. ഈ പുതുവർഷത്തിൽ നാം നേടിയെടുക്കാനും നടത്തിയെടുക്കാനും ആഗ്രഹിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടാവാം. ജ്യോതിഷപരമായി അശ്വതി തുടങ്ങിയ 27 നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്ന വസ്തുതകൾ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗ്രഹമാറ്റം വ്യാഴത്തിൻ്റേതാണ്. ഒക്ടോബർ 18 അതിചാരം സംഭവിച്ച് കർക്കിടകൻ രാശിയിലേക്ക് മാറുന്ന വ്യാഴം ഡിസംബർ 5 തിരിച്ച് മിഥുനത്തിലേക്ക് വക്രം സംഭവിച്ചെത്തുന്നു. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കൂടാതെ ഈ വർഷം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിലൂടെ എന്തെല്ലാം ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാം എന്നതിനെ പറ്റിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി മേടം രാശിക്കാർക്ക് ഉള്ള ഫലങ്ങളാണ്. മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദമാണ് വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ വർഷം അവസാനത്തോടുകൂടി വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നതാണ്. ഭാഗ്യക്കുറിയോ നറുക്കെടുപ്പോ പോലുള്ള ഭാഗ്യങ്ങളും ഇവരെ തേടിയെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തുതന്നെ ആയാലും തീർച്ചയായിട്ടും ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി സാമ്പത്തികമായ ഒരു വലിയ നേട്ടം അവരെ കാത്തിരിക്കുന്നു എന്നുള്ളത് ജ്യോതിഷപ്രകാരം ഏറെ സത്യമായ ഒരു കാര്യമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നുചേരാൻ വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വിവാഹ ബന്ധത്തിൽ അസ്വസ്ഥതകൾ, ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ വരാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ സാഹസികമായി ജോലി ചെയ്യുന്നവർ, അപകട സാധ്യതയുള്ള ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൂടാതെ നിങ്ങൾ വിശ്വസിച്ച് പറയുന്ന രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടാനോ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഭയമോ അതുവഴി പ്രശ്നങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. തൊഴിൽ മേഖലയിൽ, തൊഴിലിടങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുവാനും മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. മാനസിക സംഘർഷം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ബ്ലഡ് പ്രഷർ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുക. ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളുള്ളവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. നമുക്കുണ്ടാകുന്ന ദോഷത്തെ പരമാവധി കുറയ്ക്കുക. അത് ആത്മീയമായും കാർമ്മികമായുമുള്ള കാര്യങ്ങൾ ഒരേ സമയം തന്നെ ചെയ്യേണ്ടതാണ്. ആത്മീയമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മാനസികമായ ബലം വർദ്ധിപ്പിക്കുവാനും കാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുവാനും നിങ്ങളെ സഹായിക്കുന്നു. ഇതുതന്നെയായാലും മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ആ നേട്ടത്തിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള കർമ്മങ്ങളും തൊഴിലുകളും ചെയ്തു കൊള്ളുക. നിങ്ങൾക്ക് തീർച്ചയായും നേട്ടമുണ്ടാകും. ഈ സമയത്തെ ഗ്രഹദോഷങ്ങളുടെ ശമനത്തിന് വേണ്ടി ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, കുടുംബ പരദേവതകളെ പ്രാർത്ഥിക്കുക. കൂടാതെ ഗ്രഹേശ്വരനായ കുജനെ എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥിക്കുക. ഓം കുജായ നമ എന്ന മന്ത്രം എല്ലാ ചൊവ്വാഴ്ചകളിലും പുലർച്ചെ ഉദയസമയത്ത് പ്രാർത്ഥിക്കുവാനുള്ള ശ്രമം ചെയ്യുക. കൂടാതെ ചൊവ്വാഴ്ച ദിവസം ചുവന്ന വസ്ത്രം ധരിക്കുക. ചൊവ്വാഴ്ചകളിൽ ഉപവാസം അല്ലെങ്കിൽ അരിയാഹാരം ഉപേക്ഷിക്കുവാൻ തയ്യാറായിക്കൊണ്ട് വ്രതങ്ങൾ എടുക്കുക. ഇതെല്ലാം നിങ്ങളുടെ ദോഷത്തെ കുറയ്ക്കുവാനും കൂടുതൽ വിജയകരമായി ജീവിതത്തിൽ മുന്നേറുവാനും ഈ വർഷം നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അറിവുകൾ കിട്ടുന്നതിനേക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. അംബാകടാക്ഷം ഭവതു.